വെൽക്കം ബാക്ക് ടു ചാപ്റ്റർ സൊല്യൂഷൻ. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യാന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? സോലിബിലിറ്റി പറഞ്ഞിരുന്നു, പിന്നെ എന്താ പറയുന്നത്, സോലിബിലിറ്റി ഓഫ് സോളിഡ് ലിക്വിഡ് പറഞ്ഞിരുന്നു, സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ലിക്വിഡ് പറഞ്ഞിരുന്നു, പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഹെൻറിസ് ലോ ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറിസ് ലോ. ഞാനിത് പറയാൻ കാരണം ഇപ്പൊ നമ്മളിപ്പോ എടുക്കുന്ന ക്ലാസ്സിൽ ചില കാര്യങ്ങൾ അതിൽ നിന്നുള്ളത് ആവശ്യമുണ്ട്. ഇനി ആർക്കെങ്കിലും മെമ്മറൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് വീഡിയോ കാണാം. ഓക്കെ, ഇന്നിപ്പോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ, അതിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻസ്, രണ്ടാമത്തത് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻസ്. വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്. നോക്കല്ലേ എന്തൊക്കെയാന്നുള്ളത്? ഓക്കെ, നോക്കാം. ഞാൻ പറഞ്ഞു നിങ്ങളോട് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന്. ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ സോൾവെന്റ് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. സൊല്യൂട്ട് ലിക്വിഡോ സോളിഡോ ഗ്യാസോ ആയിരിക്കും, അല്ലേ? നമ്മൾ ആദ്യം പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ ആണ് എന്ന് പറഞ്ഞാല് അതിന്റെ സൊല്യൂട്ടും സോൾവെന്റും എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ഇത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ചില ടേംസ് പരിചയപ്പെടാം. ഒന്ന് വേപ്പർ പ്രഷർ എന്താന്ന്, പിന്നെ പാർഷ്യൽ വേപ്പർ പ്രഷർ, വോളാറ്റിൽ സബ്സ്റ്റൻസ്, നോൺ വോളാറ്റിൽ സബ്സ്റ്റൻസ്. ആദ്യം വേപ്പർ പ്രഷർ എന്താന്ന് നോക്കാം. ഇപ്പൊ വേപ്പർ പ്രഷർ പറയാൻ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബീക്കറിൽ ഞാൻ കുറച്ച് വാട്ടർ എടുത്തു. ബീക്കറിൽ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത്. ഈ ബീക്കർ ക്ലോസ് ചെയ്യിച്ചു. ക്ലോസ്ഡ് ബീക്കറാണ്. നിങ്ങൾക്ക് അറിയാം വാട്ടറിന് എന്തുണ്ട്? ഇവാപ്പറേഷൻ നടക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, ഇല്ലേ? വേപ്പേഴ്സ് ആവും. അതിന്റെ വാട്ടറിലുള്ള ലിക്വിഡ് മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? വേപ്പർ മോളിക്യൂൾസ് ആയി മാറും. കുറച്ച് കഴിഞ്ഞാൽ വേപ്പേഴ്സ് ആയി മാറും. അപ്പൊ ഈ വേപ്പേഴ്സ് ഇങ്ങനെ ഈ സർഫസിൽ ഈ ലിഡിന്റെ ഈ ഭാഗത്ത് വന്നിട്ട് ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളത്തിന്റെ തുള്ളികൾ നിൽക്കുന്നത് കാണാൻ പറ്റും, ഇല്ലേ? നിങ്ങളൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂടിമ കണ്ടിട്ടുണ്ടോ? വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ? ചൂടാക്കിയാലൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അതന്നെയാണ്. അപ്പൊ ഇവര് എന്ത് ചെയ്യും? ഇവിടെ ഈ വേപ്പേഴ്സ്, വാട്ടർ വേപ്പേഴ്സ് ഇങ്ങനെ കൂടിയിട്ട് അത് കണ്ടൻസ് ചെയ്തിട്ട് തിരിച്ചിതിക്ക് തന്നെ വരും. ആദ്യം ഇവാപ്പറേഷന്റെ സ്പീഡ് ആയിരിക്കും കൂടുക, പിന്നെ കുറച്ച് കഴിഞ്ഞാല് കണ്ടൻസേഷൻ ആരംഭിക്കും. കുറച്ചുകൂടി സമയം കഴിഞ്ഞാല് റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ് വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇക്വിലിബ്രിയം എന്ന് പറയാ, അല്ലെ? രണ്ടിന്റെയും ഇവാപ്പറേഷന്റെയും കണ്ടൻസേഷന്റെയും സ്പീഡ് ഒരേ മാതിരി ആവുമ്പോൾ അതിനെ എന്തെന്ന് പറയും? ഇക്വിലിബ്രിയം എന്ന് പറയും. ഈ ഇക്വിലിബ്രിയം ആവുമ്പോൾ വേപ്പേഴ്സിന് ഒരു പ്രഷർ ഉണ്ടാവും. ഈ ലിക്വിഡിന്റെ മുകളിൽ ഇവിടെ ഉണ്ടാവുന്ന വേപ്പേഴ്സിന് എന്ത് ചെയ്യും? ഈ ലിക്വിഡിന്റെ മുകളിൽ ഒരു പ്രഷർ ഉണ്ടാവും. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. അപ്പൊ ഡെഫിനിഷൻ എന്താ? The pressure exerted by the vapors over the surface of liquid at equilibrium. മനസ്സിലായില്ലേ? ഇക്വിലിബ്രിയം എന്ന അവസ്ഥയില് ഈ വേപ്പേഴ്സിന് ഉണ്ടാവുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് വേപ്പർ പ്രഷർ. ഓക്കെ, ഇനി ഈ ഇതിലേക്ക് ഞാൻ കുറച്ച്, ഇത് വാട്ടർ മാത്രമാണുള്ളത്, അല്ലെ? ഈ വാട്ടറുള്ള ഇതിലേക്ക് ഞാൻ കുറച്ച് എത്തനോൾ കൂടി ആഡ് ചെയ്തു. എത്തനോൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്താ സംഭവിക്കാം? ഇതിൽ എന്തുണ്ടാവും? ഇതിൽ എത്തനോൾ കൂടി ഉണ്ടാവും. ഇപ്പൊ ഈ ബ്ലൂവിൽ കാണിക്കുന്നത് എത്തനോൾ ആണെന്ന് വിചാരിക്കാം. എത്തനോൾ കൂടി ഉണ്ടാവും. ഇവർക്കും എന്തുണ്ടാവും? ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യും. ഒരു റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് കണ്ടൻസേഷൻ. ആ ഒരു സമയം വരും, ഇക്വിലിബ്രിയം വരും, അവിടെ ഒരു പ്രഷർ ഉണ്ടാവും. ഈ സൊല്യൂഷൻ ഒരു വേപ്പർ പ്രഷർ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ സൊല്യൂഷൻ ആയില്ലേ ഇപ്പോ? അതായത് എത്തനോൾ കൂടി ആഡ് ചെയ്തപ്പോ എന്തായാലും ഒരു സൊല്യൂഷൻ ആയി. അപ്പൊ ഇവിടെ ഈ എത്തനോളിന് മാത്രം എന്തുണ്ടാവും? ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവും, ഇല്ലേ? എത്തനോളിന് മാത്രം എത്തനോളിന്റെ വേപ്പേഴ്സ് മാത്രം ചെലുത്തുന്ന ഒരു പ്രഷർ ഉണ്ടാവും. അതാണ് എത്തനോളിന്റെ വേപ്പർ പ്രഷർ. അങ്ങനെ ആ ഒരു കോമ്പണന്റിന്റെ വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ വേപ്പർ പ്രഷർ. എന്താ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാല്? ദ വേപ്പർ പ്രഷർ ഓഫ് എ കോമ്പണന്റ് ഇൻ എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷനിൽ ഒരു കോമ്പണന്റിന് മാത്രം ഉണ്ടാവണം. അപ്പൊ എത്തനോളിന് ഈ പാർഷ്യൽ വേപ്പർ പ്രഷർ ഉണ്ടാവും. അതേമാതിരി ഈ വാട്ടറിന് എന്തുണ്ടാവും? ഒരു പാർഷ്യൽ വേപ്പർ പ്രഷർ ഉണ്ടാവും. പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ആ കോമ്പണന്റ് ഒരു കോമ്പണന്റിന് മാത്രം.
ഉണ്ടാവണ വേപ്പർ പ്രഷർ. എന്താ ഡെഫിനിഷൻ എന്താണ്? ദ വേപ്പർ പ്രഷർ ഓഫ് എ കോമ്പണന്റ് ഇൻ എ സൊല്യൂഷൻ ഈസ് കോൾഡ് പാർഷ്യൽ വേപ്പർ പ്രഷർ. ഇനി വേറൊരു ടേം ആണ് വോളാറ്റൈൽ സബ്സ്റ്റൻസ്. എന്താണ് നോൺ വോളാറ്റൈൽ സബ്സ്റ്റൻസ് എന്താണെന്നുള്ളത്? എന്താ വോളാറ്റൈൽ? വോളാറ്റിലിറ്റി കൂടുതലാണ് എന്നൊക്കെ കേട്ടണം. വോളാറ്റിലിറ്റി ഇപ്പൊ നമ്മള് ഈ കാലത്ത് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു സാധനമാണ് സാനിറ്റൈസർ അല്ലേ? സാനിറ്റൈസർ തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, അത് കൈമലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഫീൽ ചെയ്യുക? ഒരു തണുപ്പ് ഫീൽ ചെയ്യും ഇല്ലേ? പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവും ചെയ്യും. അത് ലിക്വിഡാണ്. ആ ലിക്വിഡ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഡ്രൈ ആവും. എന്താ കാര്യം? അത് പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ചെയ്തതാ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ഇവാപ്പറേഷൻ ഈസിലി ഇവാപ്പറേറ്റഡ് ആണ്. അപ്പൊ നമുക്കത് പറയാം സാനിറ്റൈസർ എന്താണ്? ഹൈലി വോളാറ്റൈൽ ആണെന്ന് പറയാം. അപ്പൊ വോളാറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി ഇവാപ്പറേറ്റഡ്. നോൺ വോളാറ്റൈൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവാപ്പറേഷൻ നടക്കാത്ത ആളുകൾ. ഇനി വാട്ടർ വോളാറ്റൈൽ ആണോ നോൺ വോളാറ്റൈൽ ആണോ? വോളാറ്റൈൽ ആണ്. പക്ഷെ എന്താണ്? ലെസ് വോളാറ്റൈൽ ആണ്. പെട്ടെന്ന് തന്നെ ഇവാപ്പറേഷൻ നടക്കൊന്നുമില്ല. ഒരു റൂമിൽ കുറച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് 2-3-4 ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയാൽ എന്താ ഉണ്ടാവുക? അത് കുറച്ച് അളവ് കുറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ? ഓപ്പൺ ചെയ്ത് വെച്ച് ഒരു ഗ്ലാസും അടക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചറിൽ എന്തുണ്ടാവും? അതിന്റെ ഇവാപ്പറേഷൻ നടന്നിട്ടുണ്ടാവും. അതിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അതായത് വാട്ടർ ലെസ് വോളാറ്റൈൽ. എന്നാൽ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ പോലുള്ള സാധനങ്ങൾ എന്താണ്? ഹൈലി വോളാറ്റൈൽ. അപ്പൊ വോളാറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈസിലി ഇവാപ്പറേറ്റഡ്. ഇനി നമ്മൾ പറയുന്നത് ഒരു ലോ ആണ്. ആ ലോന്റെ പേരാണ് റോൾസ് ലോ എന്ന്. എന്താണ്? റോൾസ് ലോ. റോൾസ് എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഈ ലോ ഫോർവേഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അതിനെ റോൾസ് ലോ എന്ന് പറയുന്നത്. റോൾസ് ലോ എന്താന്ന് നോക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ അല്ലേ? ഞാൻ 2 ലിക്വിഡ്സ് ഉള്ള ഒരു സൊല്യൂഷൻസ്, 2 കമ്പോണൻസും എന്താണ്? ലിക്വിഡ് ആണ്. ഒന്നാമത്തെ ലിക്വിഡിനെ ഞാൻ 1 എന്ന് ഡിനോട്ട് ചെയ്തു, രണ്ടാമത്തേനെ 2 എന്ന് ഡിനോട്ട് ചെയ്തു. ഈ 2 ആളുകൾ എന്താണ്? ലിക്വിഡ്സ് ആണ്. 2 ആളും ലിക്വിഡ്സ് ആണ്. ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അവരെന്താണ്? വോളാറ്റൈൽ ലിക്വിഡ്സ് ആണ്. എന്ത് ലിക്വിഡ്സ് ആണ്? വോളാറ്റൈൽ ലിക്വിഡ്സ് ആണ്. മനസ്സിലായോ? 2 കമ്പോണൻസ് ഉള്ള സൊല്യൂഷൻ. 2 ആളും എന്താണ്? വോളാറ്റൈൽ ലിക്വിഡ്സ് ആണ്. ഓരോ കോമ്പണന്റിന് ഓരോ നമ്പർ കൊടുത്തു മാത്രം. ഇങ്ങനെ ഒരു വോളാറ്റൈൽ ലിക്വിഡ് എടുത്ത് റോൾസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളാറ്റൈൽ ലിക്വിഡ് the partial vapor pressure of each component of a solution is directly proportional to its mole fraction. എന്താണ്? the partial ഒന്നുകൂടി നല്ല ശ്രദ്ധിച്ച് കേൾക്കട്ടാ. for a solution of volatile liquid the partial vapor pressure of each component is directly proportional to its mole fraction. ഞാൻ പറഞ്ഞുതരാം എന്താണ്. ഇപ്പൊ ഒന്നാമത്തെ കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷറിനെ ഞാൻ P1 എന്ന് കൊടുത്തു. എന്താ കൊടുത്തത്? P1 എന്ന്. P1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റ്. ഓക്കെ. ഇനി ഈ രണ്ടാമത്തെ ആളപ്പോ എങ്ങനെ കൊടുക്കും? രണ്ടാമത്തെ ആൾ എന്താ കൊടുക്കുക? P2 എന്ന് കൊടുക്കും അല്ലേ? പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണന്റ്. ഇനി K1 എന്ന് പറഞ്ഞാൽ എന്താണ്? K1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? K എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ. K1 എന്ന് പറഞ്ഞാലോ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഫസ്റ്റ് കമ്പോണന്റ്. അങ്ങനെയാണെങ്കിൽ K2 എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് കമ്പോണന്റ്. ഓക്കെ. ഇവർ രണ്ടാളും വോളാറ്റൈൽ ലിക്വിഡ് കൂടിയാണ്. ഇങ്ങനെ ഒരു വോളാറ്റൈൽ ലിക്വിഡ് ഉള്ള സൊല്യൂഷന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ഈ ലോ പറയുന്നത്. സിമ്പിൾ ആണ്. For a solution of volatile liquid, the partial vapor pressure of each component is directly proportional to its mole fraction. Each component is directly proportional to its mole fraction. P1 എന്ന് പറഞ്ഞാൽ partial vapor pressure of first component is directly proportional to mole fraction of the first component. Clear ആണോ? അപ്പോൾ P2 is directly proportional to K2. ക്ലിയർ ആണോ? ഒന്നുകൂടി ഡെഫിനിഷൻ പറയാം. ഫോർ എ സൊല്യൂഷൻ ഓഫ്, സ്പീഡ് പറഞ്ഞേ.
for a solution of volatile liquid, the partial vapor pressure of each component in a solution is directly proportional to its mole fraction. Clear അല്ലേ? ഓരോന്നിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് ഓരോ കമ്പോണന്റിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിന്റെ മോൾ ഫ്രാക്ഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. കണ്ടീഷൻ ഉണ്ട്, സൊല്യൂഷൻ ഓഫ് വോളാറ്റൈൽ ലിക്വിഡ് ആയിരിക്കണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ഒരു ചെറിയൊരു ഡെറിവേഷനിലേക്ക് വരണം. P1 is equal to എന്ത് വരും? P1 is equal to എന്താ വരിക? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുക്കണം. അതെന്താ ഞാൻ കൊടുത്തത് നോക്കിയേ. P1 0 എന്നാ കൊടുത്തത്. P1 0 into chi1. അങ്ങനെയാണെങ്കിൽ P2 എന്താണ്? P2 പറഞ്ഞേ. P2 എന്താണ്? P2 is equal to P2 0 into chi2. P2 0 into chi2. എന്താ ഈ P1 0 and P2 0 എന്ന് പറഞ്ഞാ? രണ്ട് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? P1 0 എന്ന് പറഞ്ഞാല് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കോമ്പണന്റ്. ഫസ്റ്റ് കോമ്പണന്റ് പ്യുവർ ആയിട്ടുള്ള അവസ്ഥയല്ലേ? അതായത് ഈ കോമ്പണന്റ് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയില്ലേ? സൊല്യൂഷൻ ആക്കുന്നതിന് മുന്നേ ഇതിന് മാത്രം ഒരു വേപ്പർ പ്രഷർ ഉണ്ടാവൂലേ? അങ്ങനെ പ്യുവർ ഫോമിലുള്ള വേപ്പർ പ്രഷർ ആണ് P1 0 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ P2 0 എന്ന് പറഞ്ഞാൽ P2ന്റെ സ്വന്തമായിട്ടുള്ള അതിന്റെ പ്യുവർ ഫോമിൽ നിൽക്കുന്ന വേപ്പർ പ്രഷർ. ഓക്കെ, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് 1 P1 0, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് 2 എന്ന് പറഞ്ഞത് എന്താണ്? P2 0. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇതിലേന്ന് വേറൊരു ഇക്വേഷനിലേക്ക് എത്തണം. ഇപ്പൊ റോസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഈ രണ്ട് ഇക്വേഷൻ എന്തായാലും ഓർത്തു വെക്കണം. റോസ് ലോ ചോദിച്ചാൽ എഴുതേണ്ട എന്താ? റോസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക, പിന്നെ P1 is equal to P1 0 into chi1, P2 is equal to P2 0 into chi2 എന്ന് കൂടി എഴുതുക. ഇനി നിങ്ങൾക്ക് ഡാൾട്ടൺസ് ലോ എന്താണെന്നറിയോ? എന്താ ഡാൾട്ടൺസ് ലോ? ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചതാണ്. എന്തായിരുന്നു ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്? ദ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് എന്ന് പഠിച്ചിട്ടില്ലേ? ഫസ്റ്റ് ഇയറിലൊക്കെ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചതാണ്. ദ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്. അതൊന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കേ. എന്താണ് ടോട്ടൽ ലോ പറഞ്ഞത്? പി ടോട്ടൽ, ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു സം ഓഫ്, എന്തിന്റെ സമ്മാണ്? സം ഓഫ് ദി പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ്. ഇവിടെ രണ്ട് കമ്പോണന്റ് ആണുള്ളത്. ഒന്നാമത്തേതിന് നമ്മൾ P1 പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണന്റിന് P1 എന്നും സെക്കൻഡ് കമ്പോണന്റിനെ P2 എന്ന് പറയും. ഇതാണ് ടോട്ടലിന്റെ ലോ. P total is equal to P1 plus P2. നമുക്ക് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. എന്താണ്? P1ന്റെയും P2ന്റെയും സ്ഥാനത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത്. അതായത് P total is equal to P1ന്റെ സ്ഥാനത്ത് എന്താ കൊടുക്കുക? P1 0 into chi1. P2ന്റെ സ്ഥാനത്തോ P2 0 into chi2. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ് P1 0 chi1 plus P2 0 chi2. ക്ലിയർ അല്ലേ? ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. എന്തായിരുന്നു അത്? chi1 plus chi2 is equal to, എന്താണ് chi1 plus chi2 എന്ന് പറഞ്ഞാൽ? chi1 plus chi2 is equal to 1 ആണല്ലോ. chi1 plus chi2 is equal to 1. അങ്ങനെയാണെങ്കിൽ chi1 is equal to എന്താ? 1 minus chi2 അല്ലേ? ഇതൊക്കെ എന്തിനാ അവിടെ എഴുതുന്നത് നോക്കണ്ടാവും. ചെറിയൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു chi1 ഇല്ലേ? ഈ chi1നെ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഇക്വേഷൻ വരിക? P total is equal to എന്ത് വരും? P total is equal to P1 0, chi1ന്റെ സ്ഥാനത്ത് ഇയാളെ കൊടുക്കുക, 1 minus chi2. ക്ലിയർ അല്ലേ? P1 0. ഓക്കെ, chi1 is equal to, chi1ന്റെ സ്ഥാനത്ത് എന്ത്? 1 minus chi2 കൊടുത്തു. അത് ഇവിടെ എഴുതി. ഇനി ബാക്കി ആരാ ഉള്ളത്? ബാക്കി P2 0 into chi2. ക്ലിയർ അല്ലേ? ഇനി ഈ ആളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെഴുതണം. P total is equal to എന്ത് വരും? അതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. P1 0, 1 into P1 0, P1 0 minus P1 0 into chi2. ഈ ബാക്കിയുള്ള ആൾക്കാർ പ്ലസ് P2 0 into chi2. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എന്താണ്? P total is equal to P1 0 minus P1 0 into chi2 plus P2 0 into chi2. എങ്ങനെ വന്നത് മനസ്സിലായില്ലേ? ഇനി ഇത് P total ഒന്ന് കൂടി എടുത്ത് എഴുതാണ്. P total is equal to P1 0 അങ്ങനെ തന്നെ നിർത്തി.
ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഇല്ലേ, Chi2 എന്ന് പറഞ്ഞ കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പൊ അവരെങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം പ്ലസ് P20 മൈനസ് P10 ഇൻറ്റു Chi2. എഴുതിക്കൂടെ? P dot is equal to P10, Chi2 common factor എടുത്തു, that is P20 minus P10. ഇതാണ് നമ്മുടെ റോൾസ് ലോന്റെ ഫൈനൽ ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ ആയിട്ട് ഡിറൈവ് ചെയ്തിട്ട് ഫൈനൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത് എന്താ? P dot is equal to P10 plus P20 minus P10 into Chi2. വളരെ സിമ്പിൾ ആണ്. എന്തൊക്കെയാ പറഞ്ഞത്? ജസ്റ്റ് നമ്മൾ റോൾസ് ലോ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്ന ഇക്വേഷൻ എന്താണ്? P1 is equal to P10 into Chi1, P2 is equal to P20 into Chi2. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഡോൾട്ടൺസ് ലോ ജസ്റ്റ് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം Chi1 plus Chi2 എന്നുള്ള ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി ദെൻ ലാസ്റ്റ് ഇക്വേഷൻ വന്നു. വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫാണ് നോക്കേണ്ടത്. ഗ്രാഫ് റോൾസ് ലോന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. എക്സാമിന് ചോദിക്കുന്നതാണ്. നന്നായി ശ്രദ്ധിച്ച് നോക്കുക എന്താന്നുള്ളത് കേട്ടോ. റോൾസ് ലോന്റെ ഗ്രാഫ് നോക്ക്. വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും ആണ് കൊടുത്തിട്ടുള്ളത്. വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് റോൾസ് ലോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ എഴുതിട്ട് ശ്രദ്ധിക്കുക. Chi1 is equal to 1 എന്ന് കൊടുക്കുന്നുണ്ട്, Chi2 is equal to 0 എന്ന് കൊടുക്കുന്നുണ്ട്. Chi1 plus Chi2 is equal to 1 ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ Chi1 plus Chi2 is equal to 1. then Chi1 ഇങ്ങോട്ട് എത്തുമ്പോൾ Chi1 is equal to 0 ഉണ്ട്, അതായത് കുറഞ്ഞു വരികയാണ്. Chi1 ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താണ്? കുറഞ്ഞു വരികയാണ്. Chi2 ഇങ്ങോട്ട് എത്തുമ്പോൾ കൂടിയിട്ട് അത് 1 ആയി മാറി. ഇവിടെ Chi1 plus Chi2 ചെക്ക് ചെയ്ത് നോക്കി ഈക്വൽ ടു 1 ആയി. ഇനി ഗ്രാഫ് വരയ്ക്കണത് എങ്ങനെ നോക്കുക, ശ്രദ്ധിച്ച് കാണാം. ഇവിടെ നോക്കി, ഇവിടെ ഈ പോയിന്റിൽ Chi2 എന്ന് പറഞ്ഞത് 0 ആണ്. Chi2 0 ആണെങ്കിൽ ഇക്വേഷൻ നോക്കി, ഇക്വേഷൻ അറിയില്ലേ? റോൾസ് ലോയിൽ നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ ആണ്. Chi2 0 ആണെങ്കിൽ P2 എന്തായിരിക്കും? P2 എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? Chi2 0 ആണെങ്കിൽ ഈ ടേം മൊത്തം 0 ആയി, P2 എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ Chi2 0 ആണ്, P2 0 ആണ്. ഇനി Chi2 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ P2 എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും അല്ലേ? ഈ ആളാണ് P2 ആണ്. Chi2 ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് P2 ഇൻക്രീസ് ചെയ്യും. റോൾസ് ലോ. ഇനി ഈ പോയിന്റ് ചെക്ക് ചെയ്ത് നോക്കിയേ. ഈ പോയിന്റിൽ എന്താ ഉള്ളത്? Chi2 എന്താ സംഭവിച്ചത്? Chi2 is equal to 1 ആണ്. Chi2 1 ആണെങ്കിൽ P2 എന്താവും? ഇക്വേഷൻ നോക്ക്. Chi2 1 ആണെങ്കിൽ P20 ആവൂലേ? അതായത് P2 is equal to P20 into 1, that is P2 is equal to P20. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? P20 എന്ന് കൊടുക്കാം. വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കോമ്പണന്റ് 2. ഇനി അടുത്തത് ഈ പോയിന്റ് നോക്കുക. ഇവിടെ Chi1 എന്താണ്? 0 ആണ്. Chi1 0 ആണെങ്കിൽ P1 എന്താണ്? 0 ആണ്. ഇവിടെ Chi1 0 ആണ്, P1 0 ആണ്. Chi1 ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ P1 ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ആയി ഇല്ലേ? ഇനി ഈ പോയിന്റിൽ Chi1ന്റെ അവസ്ഥ എന്താണ് നോക്ക്? 1 ആണ്. അപ്പൊ Chi1 1 ആണെങ്കിൽ P1 എന്തായിരിക്കും? P1 0. അപ്പൊ ഈ പോയിന്റിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? P1 0 എന്ന് കൊടുക്കാം. ഇതാരാണ്? P1 ആണ്. ഇനി ഡോൾട്ടന്റെ ലോ പഠിച്ചിട്ടുണ്ട്. ഡോൾട്ടന്റെ ലോ എന്താണ്? ഇവർ രണ്ടാളും കൂടി ആഡ് ചെയ്താൽ P total is equal to P1 plus P2 എന്നാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാവുണ്ടാവും. P10 താഴെ P20 മുകളിലുമാണ്. എനിക്ക് നേരെ തിരിച്ചും വരക്കാം. P20 താഴെ P10 മുകളിലും ആക്കിയിട്ടും വരക്കാം. എന്നാലും ശരി തന്നെയാണ്. കാരണം ഏതാണ് ഹൈലി വോളാറ്റൈൽ, ഏതാണ് ലെസ് വോളാറ്റൈൽ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വോളാറ്റിലിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് വേപ്പർ പ്രഷർ കൂടും. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രാഫ് മാറ്റി വരക്കാം. അപ്പൊ ഒന്നും പറയാത്തത് കൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരാളെ കുറച്ച് കൂടുതൽ വേപ്പർ പ്രഷർ ആക്കി കൊടുത്തു വരച്ചോളൂ മാത്രം. മനസ്സിലായില്ലേ? ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്ന? ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് വേറെ സൊല്യൂഷൻസ്, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ ഒക്കെ ഉള്ളത് പഠിക്കാനുണ്ട്. ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നോക്കൂ, ഞാൻ ബോർഡിൽ എന്താ എഴുതിയുള്ളത്? റോൾസ് ലോ ആൻഡ് ഹെൻറീസ് ലോ. റോൾസ് ലോയും ഹെൻറീസ് ലോയും കൂടി ചെറിയ ഒരു ബന്ധമുണ്ട്. എന്താന്ന് നോക്കാം. നിങ്ങൾ ഹെൻറീസ് ലോ മുമ്പ് പഠിച്ചതായിരുന്നു. എന്തായിരുന്നു ഹെൻറീസ് ലോ? P is equal to എന്തായിരുന്നു? KH into chi. ഇക്വേഷൻ ഹെൻറീസ് ലോയിൽ പഠിച്ചില്ലേ?
പഠിച്ചതാണ്. P is equal to KH into chi. നമ്മളിപ്പോൾ റോൾസ് ലോ പഠിച്ചു. കുറച്ച് മുന്നേ റോൾസ് ലോ പഠിച്ചു. എന്തായിരുന്നു ആ ഇക്വേഷൻ? P1 is equal to P10 into chi1 അല്ലെ, അല്ലെങ്കിൽ P2 is equal to P20 into chi2. ഈ രണ്ട് ഇതെന്താണ്? ഹെൻറീസ് ലോന്റെ ഇക്വേഷൻ ആണ്. ഹെൻറീസ് ലോ ആണ് ഇത്. നമ്മുടെ റോൾസ് ലോ ആണ്. ഇവർ തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നോക്കി. ഇത് രണ്ടാളും പാർഷ്യൽ വേപ്പർ പ്രഷറാണ്. ഇത് രണ്ടാളും ഒരേ മൈയാണ്. ഓക്കെ, രണ്ടാളും ഒരേ ആൾക്കാരാണ്. ഇനി ഇവർ രണ്ടാളും എന്താണ്? മോൾ ഫ്രാക്ഷനാണ്. ആര് മാത്രമേ വ്യത്യാസമുള്ളൂ? ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്നില് ഹെൻറീസ് ലോയില് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ KH ആണ്. ഇവിടെ എന്താണ്? റോൾസ് ലോയില് P10 ആണ്. അപ്പോ നമുക്ക് പറയാം റോൾസ് ലോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ആണ്. in which KH is equal to P10. KH എന്തിനോട് ഈക്വൽ ആണ്? അപ്പോൾ P10 ഈക്വൽ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേസ് ആണ് എന്ന് പറയാം. ഇനി നമ്മൾ പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് ലിക്വിഡ് സൊല്യൂഷൻ ആണ്. സോളിഡ് എന്ന് പറയുന്നത് സൊല്യൂട്ടും ലിക്വിഡ് എന്ന് പറയുന്നത് സോൾവെന്റും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തു. ഇതെന്താണ്? പ്യുവർ സോൾവെന്റ് ആണ്. സോൾവെന്റ് ആണ്, പ്യുവർ ആയിട്ടുള്ള വേറെ ആരുമില്ല, പ്യുവർ സോൾവെന്റ് ആണ്. ഇതിനൊരു വേപ്പർ പ്രഷർ ഉണ്ടാവൂലേ? ഇനി ഇതിലേക്ക് ഞാൻ ഒരു നോൺ വോളാറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത്. സോളിഡ് എന്ന് പറഞ്ഞത് നോൺ വോളാറ്റൈൽ അല്ലേ? സോളിഡ്സ് ഇവാപറേഷൻ നടക്കുവോ? ഇല്ല, നോൺ വോളാറ്റൈൽ ആണ്. നോൺ വോളാറ്റൈൽ ആയിട്ടുള്ള NaCl ഇതിലോട്ട് ആഡ് ചെയ്തു. ഈ പ്യുവർ സോൾവെന്റിക്ക് NaCl ആഡ് ചെയ്ത് അപ്പൊ ഇതെന്തായി മാറി? ഒരു സൊല്യൂഷനായി മാറി ഇല്ലേ? ഇനി NaCl പാർട്ടിക്കിൾസ് ഇവിടെ ഇങ്ങനെ നിൽക്കൂലേ? ഈ സൊല്യൂഷനിൽ ഇങ്ങനെ, ഈ പ്യുവർ സോൾവെന്റിൽ ഇങ്ങനെ വന്നിട്ട് ഇത് രണ്ടാളും കൂടി സൊല്യൂഷൻസ് ആയി മാറി. NaCl പാർട്ടിക്കിൾസ് ഇതിന്റെ സർഫസിലും ഇങ്ങനെ നിൽക്കും. ഓക്കെ, നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണോ കൂടുതൽ, അതോ NaCl ആഡ് ചെയ്തപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയതിന്റെ വേപ്പർ പ്രഷർ ആണോ കൂടുതൽ? ഏതായിരിക്കും കൂടുതൽ? നിങ്ങളൊന്ന് ആലോചിച്ച്, ശരിക്കൊന്ന് ആലോചിച്ച് പറയാം, ഏതായിരിക്കും കൂടുതൽ? ആലോചിച്ചോ? കിട്ടിയ ഉത്തരം ഞാൻ പറയാണ്, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും ആരെക്കാളും? പ്യുവർ സോൾവെന്റിനേക്കാളും. കാരണം എന്താണ്? പ്യുവർ സോൾവെന്റിന്റെ വേപ്പേഴ്സ് പോവാനാ, സർഫസിലുള്ള വേപ്പേഴ്സ് എന്താണ് നന്നായിട്ട് വേപ്പറായി പോവും. സൊല്യൂട്ട് കൂടി നോൺ വോളാറ്റൈൽ സൊല്യൂട്ടാ, ഇവാപറേറ്റ് ചെയ്യാത്ത സൊല്യൂട്ട് കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ സർഫസിലും ഈ ഭാഗങ്ങളിലും കൂടി ആരും കൂടി ഒക്യുപ്പൈ ചെയ്യും? NaCl കൂടി ഒക്യുപ്പൈ ചെയ്യും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ സർഫസിൽ ഒരു 20 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിച്ചോ. 20 ആൾക്കാരും പ്യുവർ ആയിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു വിചാരിച്ചോ. NaCl ആഡ് ചെയ്തപ്പോൾ ഒരു 8 പോർഷനെ എന്ത് ചെയ്ത്? NaCl കൂടി ആ സർഫസിലെ കാര്യം, സർഫസിൽ 8 ആളുകൾ ഒക്യുപ്പൈ ചെയ്ത് 20 സീറ്റാ ടോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ പിന്നെ എത്രയായി? വാട്ടറിന്റെ എത്രയായി? 12 ചുരുങ്ങി ഇല്ലേ? അപ്പോ ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. സൊല്യൂട്ടിന് എന്തില്ല? വേപ്പർ പ്രഷർ ഇല്ല. ബിക്കോസ് ഇറ്റ് ഇസ് എ നോൺ വോളാറ്റൈൽ സൊല്യൂട്ട്. ഓക്കെ, അപ്പോ ഇവിടെ ഈ സൊല്യൂഷന്റെ എന്താണ്? വേപ്പർ പ്രഷർ കുറഞ്ഞിരിക്കും. ബിക്കോസ് നോൺ വോളാറ്റൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പറയാം, if a non volatile solute is added to the pure solvent, the vapor pressure of resulting solution is lesser than that of the pure solvent. This is because കാരണം എന്താ പറയാ? The fraction of the surface is occupied by the solute molecule, and the number of solute particle passed into the vapor phase decreases, and resulting vapor pressure also decreases. Clear ആയോ എന്താ പറയണെന്നുള്ളത്?
ആ സർഫസിലുള്ള സൊല്യൂട്ടിന്റെ ആളുകൾ കൂടി വന്നിരിക്കുമ്പോൾ മൊത്തത്തിലുള്ള വേപ്പർ പ്രഷർ എന്താണ്, കുറയാണ് ചെയ്യണത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് റോസ് ലോനെ ഒരു ഗ്രാഫ് നോക്കണം. അതായത് നോൺ വോളാറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുള്ള റോസ് ലോന്റെ ഒരു ഗ്രാഫ് ഒന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ഒരു റോസ് ലോന്റെ ഗ്രാഫ് ചെക്ക് ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു ആക്സിസിൽ എന്ത് കൊടുത്തു, മോൾ ഫ്രാക്ഷൻ കൊടുത്തു, മറ്റേ ആക്സിസിൽ എന്ത് കൊടുത്തു, വേപ്പർ പ്രഷർ കൊടുത്തു. അങ്ങനെ ഒരു ഗ്രാഫ് കണ്ടിരുന്നു ഇല്ലേ? ഇവിടെ ആര് മാത്രമേ ഉള്ളൂ, രണ്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഒരാളെ എന്തുള്ളൂ, വോളാറ്റൈൽ അല്ലേ? അപ്പൊ നമുക്ക് ഒന്ന് മാത്രം ഇങ്ങനെ കൊടുക്കാം. ഇതിന് ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്താം, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ് എന്ന് കൊടുക്കാം. സോൾവെന്റ് മാത്രമല്ലേ ഉള്ളൂ, സോൾവെന്റ് മാത്രമേ ഉള്ളൂ, P1 മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ I1 മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് റോൾസ് ലോ ജനറൽ ആയിട്ട് ഒന്ന് ഡിഫൈൻ ചെയ്യണം. റോൾസ് ലോ ജനറൽ ആയിട്ട് എങ്ങനെ പറയാ, ഫോർ എനി സൊല്യൂഷൻ, ഏത് സൊല്യൂഷൻ ആവട്ടെ, the vapor pressure of each volatile component, the vapor pressure of each volatile component is directly proportional to its mole fraction. ഇവിടെ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും P1 is proportional to Chi1. വേറല്ല, വോളാറ്റൈൽ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ, ഒരു കോമ്പണന്റ് മാത്രമേ ഉള്ളൂ. P1 is directly proportional to Chi1. ക്ലിയർ ആയോ? എന്താണ് ജനറൽ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക, റോൾസ് ലോ ജനറൽ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യാം, ഫോർ എനി സൊല്യൂഷൻ the partial vapor pressure of each volatile component is directly proportional to its mole fraction. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്തൊക്കെയാന്നുള്ളത് ഓർത്ത് വെക്കുക. ഒന്നുകൂടി മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി വീഡിയോ കാണുക, ക്ലിയർ ആക്കുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ.